എല്ലാ വർഷവും നമ്മൾ അനൗൺസ് ചെയ്യാറുണ്ട് എവിടെയാകുന്നു നെക്സ്റ്റ് കോൺഫറൻസ് നടക്കുക എന്നുള്ളത്. എന്നാൽ കഴിഞ്ഞ വർഷം കോൺഫറൻസ് തുടങ്ങിയപ്പോൾ തന്നെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്ന് പറയുവാനിടയായിത്തീരും. കേംബ്രിഡ്ജിലുള്ളതായ കേംബ്രിഡ്ജ് പെന്തക്കോസ്റ്റൽ ചർച്ച് മുൻപോട്ട് വരികയും അവർ പറഞ്ഞു, ഞങ്ങൾ ഇതിന് നേതൃത്വം വഹിക്കാം. അടുത്ത വർഷത്തെ കോൺഫറൻസ് ഈ പ്രദേശത്ത് ആയിരിക്കുന്നത് ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട് എന്ന് പറയുവാനിടയായി തീർന്നു. അതിൽ ശുശ്രൂഷിക്കുന്ന, ആ സഭയിൽ ശുശ്രൂഷിക്കുന്ന ആയ പാസ്റ്റർ ടി.ജി. ശാമുവേലും അതുപോലെ റോജി ബ്രദർ മുമ്പോട്ട് കടന്നു വരികയും നേതൃത്വം വഹിക്കുവാൻ ഇവിടെയായി തീർന്നു. അവരോടൊപ്പം നിൽക്കുന്നതായ ആ സഭയെയും MBയുടെ നാമത്തിലും എൻ്റെ പേഴ്സണലായിട്ടും ഞാൻ ഈ കോൺഫറൻസിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അവരോടൊപ്പം തന്നെ ഈ കേംബ്രിഡ്ജിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന പല സഭകളുണ്ട്. ആ സഭകളിലായിരിക്കുന്ന പാസ്റ്റർ സണ്ണി ആൻഡ് പാസ്റ്റർ അലക്സ്, പാസ്റ്റർ സിജോ, പാസ്റ്റർ കുഞ്ഞുമോൻ, പാസ്റ്റർ ബ്ലസ്സൻ എന്നിവരുടെ സഭയിലെ എല്ലാ മെമ്പേഴ്സിനെയും പാസ്റ്റേഴ്സിനെയും കർത്താവിൻ്റെ നാമത്തിൽ MBയുടെ കോൺഫറൻസിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ വർഷക്കാലം നാം ചിന്തിച്ചു കൊണ്ടിരുന്നു ആരെയാകുന്നു അടുത്ത വർഷക്കാലം കോൺഫറൻസിന് മെസ്സേജ് തരുവാനായി വിളിക്കണമെന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. എന്നാൽ റൈറ്റ് ടൈമിൽ കർത്താവ് അതിനുവേണ്ടി അത്ഭുതം പ്രവർത്തിക്കുകയും ദൈവദാസന്മാരെ ഒരുക്കുവാനിവിടെയായി തീർന്നു. നമ്മൾ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, ടെലിഫോൺ ചെയ്തു, അവരെയൊക്കെ ഇൻഫോം ചെയ്തു. എന്നാൽ ദൈവം തക്ക സമയത്ത് അവരെ ചൂസ് ചെയ്തതിനാൽ ഇന്ന് പകൽക്കാലം അവർ നമ്മുടെ മധ്യത്തിലുണ്ട്. റവറൻ ഡോക്ടർ ജേക്കബ് മാത്യൂസ് അമേരിക്കയിൽ നിന്ന് നമ്മൾ ക്ഷണിക്കുവാനിടയായി തീർന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ കോൺഫറൻസിൽ കടന്നു വന്നതിൽ MBയുടെ നാമത്തിലും എൻ്റെ വ്യക്തിപരമായും ഞങ്ങൾ ഈ കോൺഫറൻസിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമുക്ക് ചിന്തയുണ്ടായിരുന്നു, കേരളത്തിൽ നിന്ന് ആരെയെങ്കിലും വേണോ അതോ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വേണോ എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. ആത്മാവിൻ്റെ പ്രേരണയാൽ നമുക്ക് ഒരു പാസ്റ്ററെ കോണ്ടാക്ട് ചെയ്യുവാനിടയായി തീർന്നു. ആ പാസ്റ്റർ നമ്മുടെ ക്ഷണം സ്വീകരിക്കുവാനിടയായി തീർന്നു. ആ പാസ്റ്ററിൻ്റെ പേരാകുന്നു പാസ്റ്റർ ബെനിസൺ മത്തായി. താൻ ദോഹയിൽ ചർച്ച് ഓഫ് ഗോഡ് ചർച്ചിൻ്റെ പാസ്റ്ററായി ചില വർഷങ്ങളായി അവിടെ ശുശ്രൂഷയിലായിരിക്കുന്നു. നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ വേലയിലായിരുന്നു. ഇന്നത്തെ തലമുറയിൽ കർത്താവ് വളരെയധികം എടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കർത്തൃദാസൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. MBയുടെ നാമത്തിലും എൻ്റെ വ്യക്തിപരമായും ഈ കോൺഫറൻസിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ വർഷക്കാലം നമ്മൾ പ്രാർത്ഥിച്ചു, നല്ല ആരാധന ലീഡ് ചെയ്യുവാൻ നല്ല ഒരു കൊയറിനെ നമുക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. 2007 മുതൽ നമുക്ക് ആരാധന ലീഡ് ചെയ്യുവാനും കഴിവുള്ള ആരാധന വർഷിപ്പ് നടത്തുവാനും ഉള്ള നല്ല മ്യൂസിഷ്യന്മാരെയും നല്ല കൊയറിനെയും ദൈവം നൽകി തരുവാനിടയായി തീർന്നു. ഈ വർഷക്കാലം ആ കൊയറിനെ ലീഡ് ചെയ്യുവാൻ വേണ്ടി ബ്രദർ ചിക്കു കുറിയാക്കോസിനെ കോണ്ടാക്ട് ചെയ്തു. താൻ നമ്മുടെ ക്ഷണത്തെ സ്വീകരിക്കുവാനിടയായി തീർന്നു. താനും ഈ പ്രദേശത്തേക്ക് കടന്നു വന്നു. വലിയ വിടുതലിൻ്റെ സാക്ഷിയുമായി നമ്മുടെ മധ്യത്തിലായിരിക്കുന്നു. MBയുടെ നാമത്തിലും എൻ്റെ വ്യക്തിപരമായും ബ്രദർ ചിക്കു കുറിയാക്കോസിനെ ഈ കോൺഫറൻസിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ബ്രദർ ചിക്കു കുറിയാക്കോസിനോടൊപ്പം തന്നെ ആരാധനയിൽ ലീഡ് ചെയ്യുന്ന മ്യൂസിഷ്യൻസിനെയും എല്ലാ കൊയർ മെമ്പേഴ്സിനെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് MBയുടെ നാമത്തിലും ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. MBയുടെ പുത്രിക സംഘടനയായിരിക്കുന്ന MBA യൂത്ത് വർഷങ്ങളായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല കോമ്പറ്റീഷൻസ് ഒക്കെയും നടക്കും. എവറോളിൻ ട്രോഫിക്ക് വേണ്ടി എല്ലാവരും താല്പര്യത്തോടു കൂടി ഇരിക്കുന്നു. അങ്ങനെ MBA യൂത്തിനെ നയിക്കുന്നതായ ബ്രദർ ഗോഡ്ലിയെയും ടീമിനെയും ഈ കോൺഫറൻസിലേക്ക് ഞങ്ങൾ ആർദ്രവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ വർഷക്കാലം MBA കിഡ്സിന് വേണ്ടി ഒരു പുതിയ പ്രോഗ്രാം ആരംഭിക്കുവാനിടയായി തീർന്നു. ഈ ഭാവിയിലെ MBA ആകുന്നു ഇവിടെ ഇരിക്കുന്ന തലമുറകൾ ഇന്ന് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതിന് നേതൃത്വം വഹിക്കുന്നതായ ബ്രദർ ഡോണിയെയും MBA കിഡ്സിനെയും ആർദ്രവുമായി MBയുടെ കോൺഫറൻസിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഇതിന് മീഡിയ കവർ ചെയ്യുന്ന മീഡിയ മെമ്പേഴ്സിനെയും അതുപോലെ സൗണ്ട് സിസ്റ്റത്തിനെയും അതുപോലെ ലൈറ്റിങ് ഈ കോൺഫറൻസ് ഹാളിനെ നൽകി തന്നവരെയും
എല്ലാ സംഘടനയെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും MBയുടെ നാമത്തിലും ആർദ്രവുമായി ഈ കോൺഫറൻസിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ കോൺഫറൻസിൻ്റെ വെളിയിലായി ബുക്ക് സ്റ്റാളുകൾ കാണാം. അതിനുവേണ്ടി കടന്നു വന്നതായ ദൈവദാസന്മാരെയും അതുപോലെ പത്രങ്ങൾ, ഇന്ത്യയിൽ നിന്നുള്ളതായ വിവിധമായ പത്രങ്ങൾ, ക്രിസ്തീയ മാഗസിനുകളൊക്കെയും പ്രവർത്തിക്കുന്നുണ്ട്. അവരെയെല്ലാം MBയുടെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ കോൺഫറൻസിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ MBയുടെ എല്ലാ വർഷത്തെയും മെയിൻ സക്സസ് ആകുന്നു നമുക്ക് സ്പിരിച്വൽ ആഹാരം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ശാരീരിക ആഹാരവും നൽകിത്തരുന്ന കാറ്ററിംഗ് സർവീസ്. അവർ ഈ പ്രാവശ്യം ബ്രദർ ജോമോൻ ആൻഡ് ടീം നമുക്ക് വേണ്ടി കാറ്ററിംഗ് ഒരുക്കിയിരിക്കുന്നു. ആ ടീമിനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും MBയുടെ നാമത്തിലും ഈ കോൺഫറൻസിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും MBയുടെ നാമത്തിലും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കുമാറാകട്ടെ. നെക്സ്റ്റ് പ്രോഗ്രാം ഇനാഗുരൽ അഡ്രസ്സാണ്. അതിനുവേണ്ടി MBയുടെ പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ സജി മാത്യുവിനെ ഞാൻ മുമ്പോട്ട് ക്ഷണിക്കുന്നു. നമുക്കെല്ലാവർക്കും കാര്യങ്ങൾ അടിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസനെ മുമ്പോട്ട് ക്ഷണിക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹ വന്ദനം ഈ രാവിലെ അറിയിക്കുന്നു. 10ാമത് മലയാളി പെൻ്റക്കോസ്റ്റൽ അസോസിയേഷൻ്റെ ആനുവൽ കോൺഫറൻസിലാണ് നമ്മൾ ഇന്ന് രാവിലെ കടന്നു വന്നിരിക്കുന്നത്. സന്തോഷമുള്ളവരെല്ലാം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. പ്രൈസ് ദ ലോർഡ്. ഇത്രയും പേർക്ക് ഈ രാവിലെ കാലം കടന്നു വരുവാൻ വലിയവനായ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരായ പാസ്റ്റർ ജേക്കബ് മാത്യു, അതുപോലെ പാസ്റ്റർ ബെനിസൺ മത്തായി, ബ്രദർ ചിക്കു കുര്യാക്കോസ്, ഈ മാന്യ ദൈവദാസന്മാർക്കും പ്രത്യേക വന്ദനം ഈ രാവിലെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മുമ്പിൽ സമയം കുറവായതുകൊണ്ട് വേഗത്തിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കിടക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. മലയാളി പെൻ്റക്കോസ്റ്റൽ അസോസിയേഷൻ്റെ ആരംഭം മുതൽ അതിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. പ്രാരംഭ കമ്മിറ്റിയിൽ പ്രിയ ബേബിച്ചാൻ്റെ ഭവനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് ചുമല് കൊടുക്കുവാൻ കർത്താവ് അന്ന് മുതൽ അടിയനെയും സഹായിച്ചിട്ടുണ്ട്. ഈ 10ാമത്തെ കോൺഫറൻസിൽ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് കഴിഞ്ഞ വർഷം ജനറൽ ബോഡി തിരഞ്ഞെടുത്തു. എല്ലാവർക്കുമുള്ള നന്ദിയെയും ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഇതൊരു മലയാളി പെൻ്റക്കോസ്റ്റൽ അസോസിയേഷനാണ്. എല്ലാ മലയാളികൾക്കും, വിശേഷാൽ പെന്തക്കോസുകാരായ ദൈവമക്കൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ മനോഹരമായ ഈ വേദിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷങ്ങൾ ദൈവം ഈ കോൺഫറൻസിനെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു. കർത്താവിൻ്റെ ദാസന്മാരായ ഡോക്ടർ ജോഖ്രിയൻ, അതുപോലെ പാസ്റ്റർ ബാബു സക്കറിയ, ഈ ദൈവദാസന്മാർ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തു. അവരുടെ ശുശ്രൂഷയെ ഈ സമയം നന്ദിയോടെ ഞങ്ങൾ സ്മരിക്കുന്നു. ആ ദൈവദാസന്മാരും ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിലും അവർ യാത്രയിലാണ്. അവരെ കടന്നു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ചെറിയ തുടക്കമായിരുന്നു MBയുടെ എന്ന് അന്നുണ്ടായിരുന്നവർ ദൈവമക്കൾക്കറിയാം. അന്ന് ഇന്നുള്ളതായ ഇത്രയും മലയാളികൾ അന്ന് ഇല്ലായിരുന്നു. എന്നാൽ അനേക ദൈവമക്കൾ അതിനുശേഷം ഈ രാജ്യത്തേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അല്പകാര്യങ്ങളുടെ
ആ ദിവസത്തെ ആര് തുച്ഛീകരിക്കും? ഇത്രത്തോളം ദൈവം ഈ പ്രസ്ഥാനത്തെ വളർത്തിയതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും ഈ രാവിലെ വീണ്ടും നന്ദിയെ രേഖപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ ദൈവസ്ഥലം നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. MBAയുടെ ഒരു ആപ്തവാക്യമുണ്ട്. അതിങ്ങനെയാണ്: നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ദൈവസ്ഥലം നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണ് വലിയവനായ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. UK വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പാർക്കുന്ന ദൈവജനത്തിന് ഒന്നിച്ച് കടന്നു വന്ന് ആണ്ടിലൊരിക്കൽ തമ്മിലൊക്കെ ഒന്ന് കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ വർഷത്തെ നമ്മുടെ കോൺഫറൻസിൻ്റെ തീമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത വാക്യമെന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യമാണ്. അവിടെ നമുക്കിങ്ങനെ വായിക്കുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിന്, ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുത്തുകൊള്ളാതിരിക്കുവാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ദൈവത്തിൻ്റെ ദാസന്മാര് ഈ വചനത്തെ ആസ്പദമാക്കി നമ്മളോട് ഇന്ന് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നും നാളെയുമായി ദൈവദാസന്മാർ നമ്മോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തീം ഹോൾഡ് ഫാസ്റ്റ് യുവർ ക്രൗൺ, നിന്റെ കിരീടം മുറുകെ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ തീം. ദൈവത്തിന് സ്തോത്രം. ആരും നിന്റെ കിരീടം എടുത്തുകൊള്ളാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. പെന്തക്കോസ്തുകാരായ ദൈവമക്കളാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ദൈവം നമുക്ക് ഒരു ആത്മീക പൈതൃകം, God has given us a spiritual heritage. ദൈവത്തിന് സ്തോത്രം. അത് മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരണം. UK മലയാളി പെന്തക്കോസ്തുകാരായ ദൈവമക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ ആത്മീക പൈതൃകം, സ്പിരിച്വൽ ഹെറിറ്റേജ്, ദൈവത്തിന് സ്തോത്രം, അത് നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളായ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിലയേറിയ വിശ്വാസത്തിനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ സ്പിരിച്വൽ യൂണിറ്റിക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ വിശുദ്ധിയുടെ പ്രമാണത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വി ആർ നോൺ ആസ് എ ഹോളിനെസ് പീപ്പിൾ. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാരുടെ ഒരു ഗണമാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് അനേക ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രിവിലേജസ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നാം വായിച്ച വേദഭാഗത്ത് ഇങ്ങനെയാണ് കാണുന്നത്: ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുത്തുകൊള്ളാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് വരുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും കർത്താവ് ഒരു വലിയ പ്രത്യാശ തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ മലയാളി പെന്തക്കോസ്റ്റൽ കോൺഫറൻസിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, നമുക്ക് ലഭിച്ചിരിക്കുന്നതായ സ്പിരിച്വൽ ഹെറിറ്റേജ്, ദൈവത്തിന് സ്തോത്രം, നമുക്ക് ലഭിച്ചിരിക്കുന്നതായ വിശുദ്ധിയുടെ പ്രമാണം, നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ആത്മീയ ഹല്ലേലൂയ താല്പര്യങ്ങൾ, അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ 10ാമത് കോൺഫറൻസിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ഈ കോൺഫറൻസ് കഴിയുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഒരു പുതുക്കം പ്രാപിച്ച്, ഒരു ഉണർവ് പ്രാപിച്ച്, ഹല്ലേലൂയ
ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നുപോയി. ഹല്ലേലൂയ. ഈ രാജ്യത്ത് നമ്മളാലാവോളം ഹല്ലേലൂയ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നമുക്കിടയാകേണ്ടതിനായിട്ട് ഈ കോൺഫറൻസ് ഒരു മുഖാന്തരമായി തീരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഹല്ലേലൂയ, ഇങ്ങനെ മനോഹരമായ ഒരവസരം, ഒരു ആത്മീയ കൂട്ടായ്മ ഹല്ലേലൂയ ദൈവം നമുക്ക് തന്നു. ഹല്ലേലൂയ. ഈ കൂട്ടായ്മ ഹല്ലേലൂയ വരും കാലങ്ങളിൽ ഹല്ലേലൂയ ഏറ്റവും അനുഗ്രഹമായ നിലയിൽ ഹല്ലേലൂയ നടക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ഹല്ലേലൂയ തുടർന്നും ദൈവമക്കൾ പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ സഹകരിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം ഹല്ലേലൂയ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ തീം ഹോൾഡ് ഫാസ്റ്റ് യുവർ ക്രൗൺ ഹല്ലേലൂയ, നമ്മുടെ കിരീടം ഹല്ലേലൂയ നഷ്ടപ്പെടാതെ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ മുന്നോട്ട് പോരാടുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ കോൺഫറൻസ് 10ാമത്തെ ഈ കോൺഫറൻസ് ഹല്ലേലൂയ നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ജീവിതത്തിന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഒരു പുതുക്കത്തിന് കാരണമായി തീരുവാനായിട്ട് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ഈ കോൺഫറൻസ് ഹല്ലേലൂയ ദൈവനാമ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുകയും അതിനെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അല്പസമയം എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. കഴിഞ്ഞ ഒരു 9 വർഷക്കാലം നമ്മെ അനുഗ്രഹിച്ച ദൈവം ഹല്ലേലൂയ ഈ 10ാമത്തെ കോൺഫറൻസിലും ഹല്ലേലൂയ നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിപ്പാനായി എല്ലാവരും ആത്മാർത്ഥമായി അല്പസമയം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഈ കോൺഫറൻസ് ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു വഴിത്തിരിവിന് ഹല്ലേലൂയ ഒരു ഉണർവിന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരു പുതുക്കത്തിന് ഹല്ലേലൂയ കാരണമാക്കി തീർക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഹല്ലേലൂയ ഈ മനോഹരമായ പകൽക്കാലത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അടിയങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അവിടുന്ന് കൃപ ചെയ്തതിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഈ കോൺഫറൻസ് ഹല്ലേലൂയ ഒരു വലിയ അനുഗ്രഹമായി ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തെ തീർക്കണമേ എന്ന് അടിയങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം കൊണ്ട് കർത്താവേ ഇതിന്റെ ആരംഭം മുതൽ ഹല്ലേലൂയ അവസാനം വരെ ഹല്ലേലൂയ അവിടുന്ന് ഞങ്ങളെ ഹല്ലേലൂയ അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ ദൈവമക്കൾക്കായി കർത്താവിന്റെ ദാസന്മാർക്കായി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അതിഥികളായി വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. എല്ലാവരുടെ മേലും വലിയ അനുഗ്രഹങ്ങൾ അവിടുന്ന് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഹല്ലേലൂയ. ഈ മലയാളി പെന്തക്കോസ്റ്റൽ കോൺഫറൻസിനെ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. ദൈവം നമ്മെ ആശീർവദിക്കുമാറാകട്ടെ. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇപ്പോൾ മനോഹരമായ ഒരു ഗാനം ശ്രവിക്കുവാൻ തക്കോണം പോകുകയാണ്. അതിനുവേണ്ടി കർത്താവിന്റെ ദാസൻ ബ്രദർ ജസ്വിൻ സാമുവലിനെ ഞാൻ മുമ്പോട്ട് ക്ഷണിക്കുന്നു. Amen. Hallelujah. Hallelujah. Before I'm going to sing this song, I just want to thank all the people here, all the pastors, the worship leaders, many people from different churches, and the people who and MP a team who gave me this opportunity to stand here and to praise God's name. This is a song which I'm going to sing from one of my album which I wrote, and this song means I'm giving thanks to God. Ee paatile from the time I'm here, I'm been listening to testimonies where God has been doing great things in many people's life. Amen. And this is one of the song which says, I thank you, Jesus. Nanni parayana paattanadu. So just join with me in chorus. I don't think you would be able to sit down in the place when you started to listen to the music. Normally your legs started to just get up and dance. So if you like to join with me, come on, join with me and praise God.
Clap your hands and give him praise. நன்றி 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 சொல்லி பாடுவேன், യേശുനാഥൻ ചെയ്ത നന്മകളെ പാടുവേൻ. നന്ദി 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 ചൊല്ലി പാടും ഞാൻ, യേശുനാഥൻ ചെയ്ത നന്മകളെ പാടും ഞാൻ. നന്ദി 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 എൻ യേശുവേ, നന്ദി 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 എൻ രാജനിക്കേ. നന്ദി 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 ചൊല്ലി പാടും ഞാൻ, യേശുനാഥൻ ചെയ്ത നന്മകളെ പാടും ഞാൻ. Everyone come on. നന്ദി 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 ചൊല്ലി പാടുവേൻ, യേശുനാഥൻ ചെയ്ത നന്മകളെ പാടുവേൻ. என்னை பலப்படுத்தின இயேசுவுக்கு நன்றி, என்னை சுகப்படுத்தின இயேசுவுக்கு நன்றி. என்னை பலப்படுத்தின இயேசுவுக்கு நன்றி, என்னை சுகப்படுத்தின இயேசுவுக்கு நன்றி. என்னை போஷித்த இயேசுவுக்கு நன்றி, என்னை பாதுகாத்த இயேசுவுக்கு நன்றி. சொல்லுமா, என்னை போஷித்த இயேசுவுக்கு நன்றி, என்னை பாதுகாத்த இயேசுவுக்கு நன்றி. Everyone, oh நன்றி நன்றி നന്ദി എൻ യേശുവിനെ. With your hands lifted up, നന്ദി 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 എൻ രാജനിക്കേ. ഓ നന്ദി 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 சொல்லி பாடுவேன், യേശുനാഥൻ செய்த நன்மைகளை பாடுவேன். நன்றி 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 சொல்லி பாடுவேன், യേശുനാഥൻ செய்த நன்மைகளை பாடுவேன். என்னை பலப்படுத்தின இயேசுவுக்கு நன்றி, என்னை சுகப்படுத்தின இயேசுவுக்கு நன்றி. என்னை பலப்படுத்தின இயேசுவுக்கு நன்றி, என்னை சுகப்படுத்தின இயேசுவுக்கு நன்றி. என்னை போஷித்த இயேசுவுக்கு நன்றி, என்னை பாதுகாத்த இயேசுவுக்கு நன்றி. என்னை போஷித்த இயேசுவுக்கு நன்றி, என்னை பாதுகாத்த இயேசுவுக்கு நன்றி. Everyone, hey நன்றி 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 என் യേശുവിനെ. ஓ நன்றி 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 என் ராஜனுக்கே. ஓ நன்றி 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 சொல்லி பாடுவேன், യേശുനാഥൻ செய்த நன்மைகளை பாடுவேன். நன்றி 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 சொல்லி பாடுவேன், യേശുനാഥன் செய்த நன்மைகளை பாடுவேன். என்னை காத்த இயேசுவுக்கு நன்றி, இனியும் காக்கும் இயேசுவுக்கு நன்றி. என்னை காத்த இயேசுவுக்கு நன்றி, இனியும் காக்கும் இயேசுவுக்கு நன்றி. வரப்போகும் இயேசுவுக்கு நன்றி, என்னை சேர்த்துக் கொள்ள போவதாலே நன்றி. ஓஹோ, வரப்போகும் இயேசுவுக்கு நன்றி, என்னை சேர்த்துக் கொள்ள போவதாலே நன்றி. சொல்லுவோம் நன்றி நன்றி, ஓ நன்றி என் യേശുவுக்கே. நன்றி 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 என் ராஜனுக்கே. நன்றி 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 சொல்லி பாடும் ഞാൻ, യേശുനാഥൻ ചെയ്ത നന്മകളെ പാടും ഞാൻ. നന്ദി 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 சொல்லி പാടുവേൻ, യേശുനാഥൻ ചെയ്ത നന്മകളെ പാടുവേൻ. നന്ദി 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 എൻ യേശുவுக்கே. நன்றி 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 என் ராஜனுக்கே. நன்றி 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 சொல்லி பாடுவேன், യേശുനാഥൻ செய்த நன்மைகளை பாடுவேன். ஓ யா, நன்றி 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 சொல்லி பாடுவேன், യേശുനാഥൻ செய்த நன்மைகளை பாடுவேன். Clap your hands and give him praise. Thank you.
ഇപ്പോൾ കർത്താവിൻ്റെ ബ്രിസ്റ്റോളിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വിനോദ് മുമ്പോട്ട് കടന്നു ഈ സ്തോത്ര വഴിപാട് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ പിതാവാം ദൈവമേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്ന കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും കർത്താവെ ഈ വിഷയത്തിൽ വെച്ച് കർത്താവെ നിൻ്റെ മുഖത്തേക്ക് നോക്കുകയും നിൻ്റെ ഹിതപ്രകാരം നടത്തപ്പെടുന്ന ഈ MBAയുടെ 10ാമത്തെ കോൺഫറൻസ് കർത്താവെ മനോഹരമായി ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയ മുഖാന്തരങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇന്ന് ഈ പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങയുടെ മുഖം കാണുവാനും അങ്ങയുടെ മുഖം കണ്ട് ആരാധിപ്പാനും അങ്ങയുടെ വചനത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഗ്രഹിപ്പാനും ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽക്കാലം കർത്താവെ നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി അർപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്തോത്ര വഴിപാടിനെ ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിലേക്ക് കരം നീട്ടിയ ഓരോ ദൈവമക്കളെയും കർത്താവ് സമൃദ്ധിയായി സ്വർഗത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷയെ ഓർത്ത് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചന ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാരെ ദൈവ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പ്രവചന പുസ്തകത്തിൽ പറയുന്നത് പോലെ ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും ഞങ്ങൾക്കായി കാട്ടിത്തരുവാൻ സ്വർഗം നിൻ്റെ അഭിഷക്തന്മാരെ അഭിഷേകം ചെയ്യേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ ഹോളിലായിരിക്കുന്ന ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ ആയിരിക്കുന്ന ജീവിതങ്ങളെ വിവേചിച്ചുകൊണ്ട്, ദേശത്തെ വിവേചിച്ചുകൊണ്ട്, കാലഘട്ടങ്ങളെ വിവേചിച്ചുകൊണ്ട് കർത്താവെ നിൻ്റെ ഹിതം ജനത്തോട് അറിയിക്കുവാൻ, വിളംബരം ചെയ്യുവാൻ നിൻ്റെ ദാസന്മാരെ അവിടുന്ന് ഒരുക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കത്തുദാസന്മാരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അടുത്തതായിട്ട് നടക്കാൻ പോകുന്ന പ്രോഗ്രാം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിക്കുക എന്നുള്ളതാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതിനുവേണ്ടി കർത്താവിൻ്റെ വിലയേറിയ ദാസൻ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. പാസ്റ്റർ ബെൻസൺ മത്തായി. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബെൻസൺ മത്തായി, എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയുവാനുള്ളത് 1979-80 വർഷങ്ങളിൽ ബോംബെ ചച്ചഗോഡിൻ്റെ ചെമ്പൂരുള്ള ആ ബിൽഡിങ്ങിൽ ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ യൂത്ത് സെൻറ്ററിൽ എനിക്കൊരു 16-17 വയസ്സുള്ളപ്പോൾ ഞാനവിടെ കടന്നു ചെല്ലുവാൻ കൊണ്ടിരുന്നു. അന്ന് ഈ കർത്താവിൻ്റെ ദാസൻ്റെ പ്രിയ പിതാവ് പാസ്റ്റർ എ മത്തായി, അദ്ദേഹം ബോംബെയിൽ ചച്ചഗോഡിൻ്റെ ഓവർസിയറായിരിക്കുന്ന സമയമാണ്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കർത്താവിൻ്റെ ദാസൻ ഒരു ചെറിയ പൈതലായിട്ട് അവിടെ ഉണ്ട്. ആ സമയങ്ങളിലൊക്കെയും അദ്ദേഹത്തിൻ്റെ മൂത്ത ബ്രദർ എൻ്റെ അടുത്തൊരു ഫ്രണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒന്നിച്ച് 10-40 ദിവസം ആ യൂത്ത് സെൻറ്ററിൽ സന്തോഷിക്കുവാനൊക്കെയും അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. അദ്ദേഹം ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം നേരിൽ കണ്ട് അദ്ദേഹത്തോട് ഒന്നിച്ചുള്ളൊരു കൂട്ടായ്മ എൻ്റെയും ജീവിതത്തിൽ എനിക്ക് ഇങ്ങനൊരു അവസരം തന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ലോകമെമ്പാടും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ഘോഷിക്കുവാൻ തക്കണം ഇങ്ങനെയുള്ള ദൈവദാസന്മാരെ ദൈവം എടുത്തുപയോഗിക്കുന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കറിയാം, നിങ്ങളെല്ലാവരും കഴിഞ്ഞ ഈ ചച്ചഗോഡിൻ്റെ തിരുവല്ലായിൽ നിന്ന കോൺഫറൻസിൽ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ഒരു ദിവസം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ഘോഷിക്കുന്ന നമ്മളെല്ലാവരും ടെലിവിഷനിൽ കൂടിയൊക്കെ അല്ലെങ്കിൽ പല മീഡിയയിൽ കൂടെ നമ്മൾ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. സ്വതം ഇന്ന് പകൽക്കാലം നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ ദാസനിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ഏൽപ്പിച്ച ആ ദൗത്യം, ആ ശുശ്രൂഷ കേട്ട് സന്തോഷിച്ച് നമ്മളെ തന്നെ നമ്മുടെ കുറവുകളെ കണ്ടുണർന്ന് ദൈവസ്ഥനിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് കടന്നു പോകാൻ തക്കോണം ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥനയോടുകൂടെ അദ്ദേഹത്തെ വഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമായ ദൂത് ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നമുക്ക് വിളമ്പിത്തരുവാൻ തക്കമടിയായി തരും. അതിനുവേണ്ടി ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനെ നമുക്ക് മുമ്പോട്ട് കരങ്ങളടിച്ചുകൊണ്ട് സ്വീകരിക്കാം.
ദൈവസാന്നിധ്യത്താൽ വളരെ അനുഗ്രഹീതമായ ഈ സമയത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. MBAയുടെ ഈ 10ാമത് കോൺഫറൻസിൽ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ കഴിയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗ്യമായി, പദവിയായി കണക്കാക്കുകയും ഈ ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച MBAയുടെ ഭാരവാഹികളോട് പ്രാരംഭമായി തന്നെ കർത്താവിൻ്റെ നാമത്തിൽ ഹൃദയംഗമമായ നന്ദി പറയുകയും ചെയ്യുന്നു. MBAക്ക് ശക്തമായ ആത്മീയ നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജി മാത്യു അവറുകൾ, വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ TS മാത്യു, സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ വർക്ക് ഈപ്പൻ, ട്രഷററായി പ്രവർത്തിക്കുന്ന ബ്രദർ KT തോമസ്, യൂത്ത് കോർഡിനേറ്ററായിരിക്കുന്ന ബ്രദർ ഗാഡ്ലി ചെറിയാൻ, മറ്റ് വിവിധ നിലകളിൽ ചുമൽ കൊടുത്ത് അധ്വാനിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, സഹോദരി സഹോദരന്മാർ, ഈ UK വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുന്ന അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ, കർത്താവിൽ വളരെ പ്രസിദ്ധനായ പാസ്റ്റർ ജേക്കബ് മാത്യു അവറുകൾ, ഈ തലമുറയിൽ കർത്താവിനാൽ വളരെ ശക്തിയായി ഉപയോഗിക്കപ്പെടുന്ന പ്രിയ സഹോദരൻ ചിക്കു കുര്യാക്കോസ്, തന്നോടുകൂടെ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രത്യേക വന്ദനം പറയുന്നു. ദോഹയിലുള്ള ദൈവസഭകളുടെയും ദൈവത്തിൻ്റെ ദാസന്മാരുടെയും പ്രത്യേക ആശംസകൾ MBAയുടെ 10ാമത്തെ കോൺഫറൻസിന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഭരമേൽപ്പിച്ച ദൈവത്തിൻ്റെ ആലോചന നിങ്ങളോട് അറിയിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കൃപയിൽ ഇന്ന് പകൽക്കാലം ഞാൻ ശരണപ്പെടുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആപ്തവാക്യത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു തിരിച്ചെടുത്ത ഒരാശയവുമായിട്ടാണ് ഈ കോൺഫറൻസിൽ നാം ഒരുമിച്ച് കടന്ന് വന്നിരിക്കുന്നത്. ഒരു പരിധി വരെ ഇങ്ങനെയുള്ള കോൺഫറൻസുകളെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ്മ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തിരക്കേറിയ ജീവിത അനുഭവങ്ങളിൽ അവിടെവിടങ്ങളിൽ ചിതറിപ്പാർക്കുമ്പോൾ മലയാളക്കരയിൽ നിന്ന് കുടിയേറി കടന്നു വന്ന ഇവിടെയുള്ള ദൈവമക്കൾക്ക് പരസ്പരം കാണുവാൻ, കൂട്ടായ്മ ആചരിക്കുവാൻ ഒക്കെ പലപ്പോഴും അവസരങ്ങൾ ലഭിക്കാതെ പോകുന്നു. എന്നാൽ ആണ്ടിൽ ഒരിക്കലെങ്കിലും ദൈവമക്കൾ ഒരുമിച്ച് കൂടി വരുന്നത്, കൂട്ടായ്മ ആചരിക്കുന്നത്, പൂർവകാല ജീവിത അനുഭവങ്ങളെയൊക്കെ അയവിറക്കുന്നത്, പരസ്പരം പ്രാപിച്ച ദൈവകൃപയും ആത്മശക്തിയും ദൈവികാലോചനകളുമൊക്കെ ഒന്ന് പങ്കുവെച്ച് കടന്നു പോകുന്നത് നിശ്ചയമായും വലിയ അനുഗ്രഹമാണ്. അടുത്ത ഒരു സംവത്സരത്തേക്കുള്ള ഊർജം അത് നമുക്ക് നൽകിത്തരുമെന്ന് ഇന്ന് പകൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആ കൂട്ടായ്മയുടെ അനുഭവത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ വചനത്താലും ദൈവത്തിൻ്റെ ആത്മാവിനാലും നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്ന ഒരു വലിയ പോഷണമുണ്ട്. അത് പ്രാപിച്ച് കടന്നു പോകുവാൻ ദൈവം ഈ 2 ദിവസങ്ങളിൽ നമ്മെ സഹായിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഇന്ന് പകൽ വിശ്വസിക്കുന്നു. ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്, മേക്ക് ഹിം എ ഫയർ, he will be warm for a day, but set him on fire, he will be warm for his life, and he will give warm to others also. ഒരു മനുഷ്യന് നിങ്ങളൊരു തീ കൂട്ടി കൊടുക്കുക. പുറത്ത് വളരെ തണുപ്പുണ്ടെങ്കിലും ഇതിനകത്ത്
നല്ല ഒരു കാലാവസ്ഥയിലും അന്തരീക്ഷത്തിലുമാണ് നമ്മുടെ ആയിരിക്കുന്നത്. ഇന്ന് നമുക്ക് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമ്മുടെ വീടുകളിൽ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഒരു ചെറിയ സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രം മതി. എന്നാൽ പൂർവ്വകാലങ്ങളിലേക്കൊക്കെ നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മഴക്കാലം വരുമ്പോൾ, ചെറിയ തണുപ്പ് കാലം ഒക്കെ വരുമ്പോൾ ചെറുപ്പക്കാരല്ല പ്രായമുള്ളവർക്ക് വേണ്ടിയൊക്കെ ചൂട് ലഭിക്കേണ്ടതിന് ഉള്ള ഒരു ഉപകരണം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരൊന്നും നമ്മുടെ പുതിയ തലമുറകളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുകയില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും അതിൻ്റെ പേര് പറയാമോ? നെരിപ്പോട്. ഓർമ്മയുള്ള ചിലരെങ്കിലും ഇവിടെ ഇരിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഒരു നെരിപ്പോട് ഒന്ന് കത്തിച്ചാൽ ആ ദിവസത്തേക്ക് അല്ലെങ്കിൽ അല്പമണിക്കൂറുകളിലേക്ക് തണുപ്പിൽ നിന്നുള്ള ഒരാശ്വാസം, ഒരു ചൂട് ലഭിക്കുവാനായിട്ടിടയായി തീരും. എന്നാൽ ആ ചിന്തകൻ പറഞ്ഞ ചിന്തയനുസരിച്ച് ഒരു നെരിപ്പോട് കത്തിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഉപരി ആ ആളിനെ തന്നെ അങ്ങ് കത്തിക്കാമെങ്കിൽ ആയുസ് പര്യന്തം ആ വ്യക്തി ചൂട് അനുഭവിക്കുകയും തന്നിലുള്ള ചൂട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യും. ആത്മീയ ആശയത്തിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, MBAയുടെ 10ാമത്തെ കോൺഫറൻസിൽ സമയം ചിലവഴിച്ച് സമ്പത്ത് വ്യയം ചെയ്ത് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് നിമിത്തം ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഒരു നെരിപ്പോടിൻ്റെ അരികിലിരുന്ന് അല്പം ചൂട് പ്രാപിച്ചിട്ട് തിരികെ പോകുവാനായിട്ടല്ല, അന്തരാത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവിനാലുള്ള ഒരഗ്നിയാൽ നിങ്ങൾ തന്നെ കത്തപ്പെട്ടവരായിട്ട് ഈ കോൺഫറൻസിൽ നിന്ന് കടന്നു പോകുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പ്രാപിച്ച ആത്മീയ ചൂടിൽ നിങ്ങൾക്ക് നിലനിൽക്കുവാനും, അതുമാത്രമല്ല ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ അനേകർക്ക് ആത്മാവിലുള്ള ചൂട് പകർന്നു കൊടുക്കുവാനും സർവശക്തനായ ദൈവം നിങ്ങളെ ഈ ദിവസങ്ങളിൽ തന്നെ ആത്മാവിനാൽ സഹായിക്കുമെന്ന് ദൈവസന്നിധിയിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ഇവിടെയുണ്ട്? Praise the Lord. ആ ദൈവാത്മാവിന്റെ പ്രവൃത്തിക്കായി നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാൻ ഇടയായി തീരട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നമുക്ക് പരിചയമുള്ളതാണ്. കർത്താവിന്റെ വിലയേറിയ ദാസൻ ആ വാക്യം ഇവിടെ ഉദ്ധരിക്കുവാനായിട്ടിടയായി തീർന്നു. ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതെ ഇരിപ്പാൻ നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക, അല്ലെങ്കിൽ നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. Behold, I am coming very soon. I come quickly. ഇതാ ഞാൻ വേഗം വരുന്നു. നമ്മുടെ കർത്താവ് പറയുകയാണ്. സ്തോത്രം. ആ വാക്കുകളെ ഒന്ന് കേൾക്കുമ്പോൾ നാമധേയ ക്രൈസ്തവർക്ക് വലിയ ആത്മസന്തോഷമൊന്നും ഉണ്ടായില്ലെങ്കിലും കർത്താവിൻ്റെ മടങ്ങിവരവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, വിശേഷാൽ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയുമ്പോൾ അകത്തളത്തിൽ ഒരു കത്തലുണ്ടാകണം. ആ കത്തൽ ഇന്ന് പകൽ അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. Praise the Lord. ഇതാ ഞാൻ വേഗം വരുന്നു. നമ്മുടെ കർത്താവ് പറയുകയാണ്. It's a reminder of his return. തന്റെ മടങ്ങി വരവിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അടുത്ത ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ കാണുന്നത്, hold that fast what thou hast. നിനക്കുള്ളത് എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചുകൊള്ളണം. നിനക്കുള്ളതിനെ നീ പിടിച്ചുകൊള്ളണം. ഹോൾഡ് ഓൺ, റീറ്റെയിൻ. നിനക്കുള്ളതിനെ നീ പിടിച്ചുകൊള്ളണം. ഇറ്റ്സ് എ റിമൈൻഡർ ഓഫ് അവർ സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ആത്മീയ ഉത്തരവാദിത്വത്തിന്റെ ഒരു വലിയ
ഓർമ്മപ്പെടുത്തലാണത്. That no man take your crown. മൂന്നാമത്തെ ഭാഗം, നിന്റെ കിരീടം ആരും എടുക്കാതെ ഇരിപ്പാൻ. That's a reminder of our reward. ഇന്ന് പകൽ ഈ വാക്യത്തെ പറഞ്ഞ പ്രകാരം തരം തിരിച്ച് നാം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ കോൺഫറൻസിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുകയാണ്. രണ്ടാമത്തേത്, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ഉത്തരവാദിത്വത്തെ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിച്ച് ഉണർത്തുകയാണ്. മൂന്നാമത്തേത്, നമുക്ക് മുൻപിലുള്ള ഒരു പ്രതിഫലമുണ്ട്, നാം പ്രാപിക്കുവാനുള്ള ഒരു കിരീടമുണ്ട് എന്നുള്ളതിനെയും വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. ഈ മൂന്ന് ആശയങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദാസന്മാര് നിന്റെ കിരീടം മുറുകെ പിടിച്ചുകൊള്ളുക എന്നുള്ള ഒരാശയം ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മുമ്പാകെ വയ്ക്കുവാൻ ഇടയായി തീർന്നിട്ടുള്ളത്. എന്നാൽ നമുക്കറിയാം, നമ്മുടെ പ്രതിഫലം, നമ്മുടെ റിവാർഡ്, നമ്മുടെ കിരീടം എന്ന് പറയുന്നത് നാം പ്രാപിക്കുവാനായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരനുഭവമാണ്. ഈ പ്രതിഫലം, ഈ കിരീടം നാം പ്രാപിക്കുവാൻ തക്കവണ്ണം, അവകാശമാക്കുവാൻ തക്കവണ്ണം, സ്വായത്തമാക്കുവാൻ തക്കവണ്ണം, സ്വന്തമാക്കുവാൻ തക്കവണ്ണം നാം ചെയ്യേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് ഫിലദൽഫിയയിലുള്ള ദൈവമക്കളോട് പറയുന്ന ആലോചന എന്ന് പറയുന്നത്, നിനക്കുള്ളതിനെ നീ എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചുകൊള്ളണം. സ്തോത്രം. ആ തീമിൽ നിന്നുകൊണ്ട് അനുഗ്രഹിത ദൈവത്തിൻ്റെ ദാസൻ എന്നോട് കൂടെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാനുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം. അടുത്ത സെഷനുകളിലൊക്കെ വളരെ പിൻ പോയിന്റഡ് ആയിട്ട് ആ വിഷയത്തിൽ, ആ തീമിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് നിശ്ചയമായും സംസാരിക്കുന്നതായിരിക്കും. എന്നാൽ ഈ ആരംഭ സെഷനിൽ ആമുഖമായി നിങ്ങളോട് സംസാരിക്കുവാനുള്ള ആലോചനകളെ കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ഉൾപ്രേരണ തന്നത് ആ തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കേണ്ടതിനായിട്ടാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമുക്ക് മുമ്പിലുള്ള സമയം ദൈവമക്കളായിരിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ പരിചിതമാണ്. ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ സഭകൾക്ക് നൽകിയിരിക്കുന്ന ദൂത് എന്ന് പറയുന്നത് വളരെ വളരെ പ്രസക്തമായതാണ്. പത്മോസ് ദ്വീപിലായിരുന്ന ദൈവത്തിൻ്റെ ദാസനായ യോഹന്നാൻ ആത്മദർശനത്തിൽ തേജസ്കരിക്കപ്പെട്ടവനായ കർത്താവിൻ്റെ ദർശനം കണ്ട് അനന്തരം ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞ് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന 7 സഭകളെ ദൈവത്തിൻ്റെ ആത്മാവ് വിവേചിച്ചുകൊണ്ട് സംസാരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകളുടെ ഉള്ളടക്കമാണ് നമുക്ക് ഈ 2 അധ്യായങ്ങളിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. 7 സഭകൾക്ക് വ്യത്യസ്തമായ നിലകളിൽ നൽകപ്പെട്ടിരിക്കുന്ന ഈ ആലോചനകൾ, ഈ ദൂതുകൾ, അതിനോടുള്ള ബന്ധത്തിൽ വിവിധ ആശയങ്ങളാണ് അതിൻ്റെ വ്യാഖ്യാനം സംബന്ധിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത്, അവരുടെ ഇടയിലുള്ള അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത്. നമുക്കൊരു പക്ഷേ അറിയാമായിരിക്കും, വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകൾക്കുള്ള ദൂതുകൾ
ഒരു കൂട്ടം വേദപണ്ഡിതന്മാർ പറയുന്നത് അത് കണ്ടംപററി ആയിട്ടുള്ള ഒരു സന്ദേശമാണെന്ന് പറഞ്ഞാൽ, ഏഷ്യ മൈനറിൽ, പ്രത്യേകാൽ ഇന്നത്തെ തുർക്കിയുടെ പ്രാദേശിക ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന 7 സഭകൾ, ആ സഭകളോടുള്ള ആനുകാലികമായ ആലോചനകളാണ് വെളിപ്പാട് പുസ്തകം 2ഉം 3ഉം അധ്യായങ്ങളിലെ സഭകൾക്കുള്ള ദൂത് എന്ന് വിശ്വസിക്കുന്ന, പഠിപ്പിക്കുന്ന വേദപണ്ഡിതന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ മറ്റൊരു കൂട്ടം വേദപണ്ഡിതന്മാർ പറയുന്നത് ഇറ്റ്സ് നോട്ട് കണ്ടംപററി, ഇറ്റ് ഈസ് ക്രോണോളജിക്കൽ. എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളെ കുറിക്കുന്നതാണ് 7 സഭകളോടുള്ള ദൈവ